ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. വിഷ്വൽ റൊമാൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ആടുജീവിതം എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനെ എത്തുന്ന ആടുജീവിതം അഥവാ ദി ഗോട്ട് ലൈഫ് എന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പുറത്തു വരുമെന്നാണ് ആദ്യം അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായിട്ട് അറിയിച്ചതെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ട്രെയിലർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മികച്ചു നിൽക്കുന്നു എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. ഏകദേശം 1.5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളൊരു ട്രെയിലറാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അധികം ഡയലോഗുകളൊന്നും തന്നെ വരാത്തൊരു ട്രെയിലറാണ് ആടുജീവിതത്തിന്റെ ട്രെയിലറായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. എങ്കിൽ പോലും വിഷ്വൽസ് കൊണ്ട് ഞെട്ടിക്കും ആടുജീവിതം എന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. മരുഭൂമിയിലെ പല ആംഗിളിലുള്ള പല രീതിയിലുള്ള ഫ്രെയിംസ് എല്ലാം തന്നെയാണ് ആ ട്രെയിലറിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. നടൻ എന്ന നിലയിൽ പൃഥ്വിരാജിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറാനായിട്ട് സാധിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന സിനിമ കൂടിയാണ് ആടുജീവിതം. എന്തായാലും മാർച്ച് 28 മുതൽ സിനിമ നമ്മുടെ പ്രേക്ഷകരെ ഞെട്ടിക്കട്ടെ എന്ന് ആശംസിക്കാം. സിനിമയുടെ BGM, സൗണ്ട് എഫക്ട്സ് ഒപ്പം തന്നെ വിഷ്വൽസ് എല്ലാം തന്നെ കൊണ്ട് ഒരു എക്സ്ട്രീം ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനത്തെ കുറിച്ച് നിലവിൽ അഭിപ്രായം പറയാനായിട്ട് സമയമായിട്ടില്ല എങ്കിൽ പോലും സിനിമ പോസിറ്റീവ് നേടിയെടുക്കുകയാണെങ്കിൽ തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാൻ അർഹതയുള്ളൊരു മലയാളം സിനിമയാണ് ദി ഗോട്ട് ലൈഫ് എന്ന് സംശയം പറയാം. അത്രത്തോളം ഒരു വലിയൊരു കഷ്ടപ്പാട് സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്നത് ഞാനായിട്ട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നാളെ സിനിമയുടെ പ്രൊമോഷൻ എല്ലാം തന്നെ തുടക്കം കുറിക്കുകയാണ്. മാർച്ച് 10 തീയതി സിനിമയുടെ ഓഡിയോ ലോഞ്ച് AR റഹ്മാന്റെ സാന്നിധ്യത്തിൽ നടക്കാനായിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സിനിമയുടെ കാര്യത്തിൽ ഒരു നിരാശ എന്തെന്നാൽ സിനിമയുടെ കണ്ടന്റുകളെല്ലാം തന്നെ മികച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരൊറ്റ കണ്ടന്റ് പോലും ഇതുവരെ കൃത്യസമയത്ത് അതല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിട്ടില്ല. നേരത്തെ ഒരു ട്രെയിലർ പുറത്തു വന്നത് ഒഫീഷ്യലായിട്ട് പുറത്തു വരാതെയായിരുന്നു. ഇപ്പോഴത്തെ ഇന്ന് വന്ന ട്രെയിലർ ആണെങ്കിൽ തന്നെ വൈകിയാണ് റിലീസ് ചെയ്തത്. പല പോസ്റ്റേഴ്സും പൃഥ്വിരാജിന്റെ പേജിൽ വരുന്നതിന് മുന്നേ തന്നെ ലീക്കാക്കപ്പെടുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ അണിയറ പ്രവർത്തകർ നൽകട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ ആടുജീവിതം എന്ന സർവൈവൽ അഡ്വഞ്ചർ ഡ്രാമ സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്.